ഹായ് ഓൾ, ദിസ് ഈസ് നോട്ട് കോക്ക്. ഐ ആം കുട്ടൻ, ശ്രീ കുട്ടൻ. അപ്പോൾ ഈ വരുന്ന 11-ാം തീയതി മലയാളത്തിൽ 2-3 സിനിമകൾ റിലീസാവുന്നുണ്ട്. അപ്പോൾ ഇത്രയും സിനിമകളുടെ ട്രെയിലർ കണ്ടപ്പം അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ട്രെയിലർ എന്ന് പറയുന്നത് രഞ്ജിത്ത് ശങ്കർ ഡയറക്ഷനിൽ ഉണ്ണിമുകുന്ദൻ മഹിമ കോംബോയിൽ വരുന്ന ജയ് ഗണേശാണ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ട്രെയിലറിൽ ആ ഉണ്ണിമുകുന്ദൻ്റെ ക്യാരക്ടർ അശോകൻ്റെ ക്യാരക്ടറിൻ്റെ അടുത്ത് സംസാരിക്കുന്ന ഒരു പോയിന്റിൽ ഒരു അലറുന്ന സീനുണ്ട്. അതേപോലെ തന്നെ ട്രെയിലറിൻ്റെ അവസാനവും അലറുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അലറുന്ന സീന് ഇപ്പോൾ എന്താണ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അടുത്ത് ഓസ്ലർ കുട്ടി പുള്ളിക്കാരൻ്റെ ഭാര്യയും കൊച്ചിനെയും കാണാത്ത ആ ഒരു പോയിന്റിൽ അലറുന്ന ഒരു സീനുണ്ട്. ടോട്ടൽ ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം ഈ ഒരു അലറൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, കാരണം ഞാനൊരു അലറൽ ഫാനാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതേ ട്രെയിലറിൽ ഉണ്ണിമുകുന്ദൻ്റെ ആ ഒരു ക്യാരക്ടർ വീൽ ചെയറിൽ ആ ഒരു ഡോറിൽ കയറാൻ നിൽക്കുന്ന ആ ഒരു ടൈമിൽ വീഴുന്ന ആ ഒരു സീനുണ്ടല്ലോ, അതും എനിക്ക് ഭയങ്കരമായിട്ട് നാച്ചുറലായിട്ട് തോന്നിയായിരുന്നു. പ്രധാനമായിട്ട് ഈ രണ്ട് സംഭവങ്ങളാണ് ഈ ഒരു ട്രെയിലറിലോട്ടും സിനിമയിലോട്ടും എന്നെ കൂടുതൽ ആകർഷിപ്പിച്ചത്. പിന്നെ 2-3 തവണ ട്രെയിലർ കണ്ടോക്കിയപ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ നല്ലൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ക്രൈം സ്റ്റോറി ഉണ്ടെന്നുള്ളതാണ്. അത് ഇനി വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. പിന്നെ ഇതിൻ്റെ കളർ ഗ്രേഡിങ് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഒന്നല്ലാതെ ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പം എനിക്ക് തമിഴിൽ നമ്മുടെ ശിവകാർത്തികേൻ്റെ ഈ അടുത്ത് റിലീസായ മാവീരൻ എന്ന് പറയുന്ന സിനിമ ജസ്റ്റ് ഒരു ഓർമ്മ വന്നായിരുന്നു. പക്ഷെ അതും ഇതുമായിട്ട് യാതൊരു ബന്ധം കാണില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതും എന്തായാലും നമുക്ക് റിലീസ് കഴിയുമ്പോഴേ പറയാൻ പറ്റൂ. പിന്നെ ആസ് യൂഷ്വൽ രഞ്ജിത്ത് ശങ്കറിൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ഫീമെയിൽ ലീഡിനൊക്കെ അത്യാവശ്യം നല്ല സ്ക്രീൻ സ്പേസ് കാണും. അതുകൊണ്ട് തന്നെ മഹിമ നമ്പ്യാറിനെ ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്യാരക്ടറായിട്ട് നമുക്ക് കാണാമെന്നും ഒരു പ്രതീക്ഷയുണ്ട്. എന്തായാലും ഈ വരുന്ന 11-ാം തീയതി നിങ്ങൾ ഏത് സിനിമ കാണുമെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ കണ്ടവരുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായവും കമൻറ്റ് ചെയ്യുക.